ഒന്നും രണ്ടുമല്ല, നീണ്ട 6 വർഷമാണ് കോൺഗ്രസ് നേതാവായ വീണ എസ് നായരുടെ നിയമ പോരാട്ടം നീണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സോഷ്യൽ മീഡിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് സർക്കാർ ഇപ്പോഴിതാ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് ലോക്ക്ഡൌൺ നിയന്ത്രണത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് സംഭവങ്ങളുടെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR പ്രവർത്തനങ്ങളെ വിമർശിച്ചാണ് അന്ന് വീണ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഇതിനെതിരെ ലഭിച്ച ഒരു പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് വീണയ്ക്കെതിരെ കേസെടുത്തത്. ലോക്ക്ഡൌൺ കാലത്ത് വീണയോട് എറണാകുളത്ത് ഹാജരാക്കാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി. അന്ന് പ്രൊഫഷണൽ കോൺഗ്രസിൽ സജീവമായിരുന്ന വീണ നിലവിലെ മൂവാറ്റുപുഴ MLAയും പ്രൊഫഷണൽ കോൺഗ്രസ് മുൻ പ്രസിഡന്റുമായ മാത്യു കുഴൽനാടനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് ക്വാഷ് ചെയ്യാൻ ഹർജി നൽകി. അങ്ങനെ നീണ്ട 6 വർഷത്തെ നിയമ നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ കേസ് പിൻവലിക്കാനുള്ള തീരുമാനം വന്നതെന്ന് വീണ പറയുന്നു. തെറ്റുകൾ കണ്ടാൽ അതിനെയും വിമർശിക്കും. മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. മാത്യു കുഴൽനാടൻ MLAയോടുള്ള നന്ദി വാക്കുകൾക്കും അപ്പുറമാണെന്നും വീണ പറയുന്നു. തന്റെ പോസ്റ്റിന് താഴെയും 2 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അഴിയെണ്ണുമെന്ന് ഭീഷണി മുഴക്കിയ വ്യക്തിക്ക് കാലം മറുപടി നൽകിയെന്നും വീണ തന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തന്നെ കൊടുക്കാൻ ശ്രമിച്ച വ്യക്തിക്ക് പിന്നീട് നിയമ നടപടികൾ നേടേണ്ടി വന്നത് ദൈവനീതിയാണെന്നും വീണ കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും നീണ്ട 6 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് വീണ എസ് നായർക്കെതിരായ ആ പോലീസ് കേസ് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിന്മേലുള്ള കേസ് പിൻവലിക്കാൻ ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നത്.